ഇത്തവണത്തെ ഓണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഓണം തോന്നുന്നു. കാരണം എത്ര അമ്മമാരുടെ കൂടെ അവരുടെ ഓണസദ്യ, അവരുടെ കൂടെ ഇരുന്ന് ഓണസദ്യ ഉണ്ണുക, അവരുടെ കൂടെ ഓണവിശേഷങ്ങൾ അറിയുക, ഇതെല്ലാം ശരിക്കും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് പൊന്നമ്മ അമ്മയടുത്ത് ചോദിക്കാം, അമ്മയുടെ തിരുവോണം എന്ന് പറയുമ്പോൾ ആ ദിവസങ്ങളിൽ ഓണത്തിൻ്റെ ഓർമ്മകൾ എന്തൊക്കെയാണ്? എനിക്ക് എൻ്റെ കുഞ്ഞുനാളിലെ ഉള്ള ഓണം മാത്രമേ ഓർമ്മയിലുള്ളൂ. അല്ലാണ്ട് ഓണം ഉണ്ടെന്നറിയാം, അല്ലാണ്ട് അങ്ങനെ വലിയൊരു ആഘോഷമായിട്ടൊന്നും അതൊന്നാമത് ഞാൻ കേരളത്തിലുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. കുഞ്ഞുനാളിലെ ഓണമൊക്കെ മഞ്ഞ ഉടുത്ത് മഞ്ഞപ്പാട്ടൊക്കെ പട്ടുപാവാടയും ജാക്കറ്റും ഒക്കെ എടുത്ത് ഊഞ്ഞാലാട്ടം ഇതൊക്കെ കുഞ്ഞുനാളിൽ ആഘോഷിച്ചിട്ടുണ്ട്. അമ്മ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന ശേഷം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഓണ സംഭവങ്ങൾ, അല്ലെങ്കിൽ സെറ്റിലായിരിക്കുമല്ലോ എപ്പോഴും ഓണം ആഘോഷിക്കുക? പലപ്പോഴും സെറ്റിലായിരുന്നു, പലപ്പോഴും. അതല്ലേ. പിന്നെ അന്നൊക്കെ അധികം ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ളവരൊക്കെ തന്നെ എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ. അപ്പോൾ ചില ലൊക്കേഷനിൽ അതൊരു പരസ്പരം ഒരു ഭയങ്കര ബന്ധം തന്നെയായിരുന്നു. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു തരം ബന്ധം പഴയ ആൾക്കാർ. അതെനിക്ക് മനസ്സിലാക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു വരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ബന്ധമായിരുന്നു. അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ പിന്നെ ഇന്ന് അതില്ലാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ മാതിരിയല്ല. ഒരുപാട് പടങ്ങൾ കൂടി, ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടി, ഒരേ ലൊക്കേഷനിൽ തന്നെ 2-3 പടം നടക്കുകയാണെങ്കിൽ പരസ്പരം കാണാതിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ബന്ധങ്ങൾ തമ്മിൽ അകലങ്ങൾ വന്നിട്ടുണ്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? സെറ്റിൽ ഇന്ന് ഓണം ആഘോഷിക്കും ഞങ്ങളുടെ പഴയ ആൾക്കാർക്കൊന്നും ഒരു അകൽച്ചയുണ്ടായില്ല. ഞങ്ങൾക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമൊന്നും പറഞ്ഞാൽ പോരാ, അതിനുള്ള ആ വാക്കല്ല ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് എൻ്റെ അമ്മയ്ക്ക് ഓണത്തിനെ കുറിച്ച് പറയാൻ നിറയെ വിശേഷങ്ങളുണ്ടാവും. അതല്ല ഈ ഓണത്തിനെ കുറിച്ച് ഈ ഓർമ്മകൾ പറയാന്ന് പറഞ്ഞാൽ അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേച്ചിക്കൊക്കെ അറിയാമല്ലോ, അച്ഛൻ്റെ സുവേട്ടൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ജന്മനാളല്ലേ ഓണം, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ആഘോഷം, അങ്ങനെ ഒരു ആഘോഷത്തിനൊന്നും കൂട്ടു നിൽക്കാറില്ല അദ്ദേഹം. പിന്നെ ഈ മക്കളുള്ളത് കൊണ്ട് എന്താണ് ഈ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതാണ് കുറച്ച് മുമ്പ് ഞാൻ ഒരു സദ്യവട്ടമൊക്കെ ഒരുക്കി. ഇന്ന് ഓണമാണ്, ഇന്ന് 1-ാം ഓണമാണ്, 2-ാം ഓണമാണ്, 3-ആണെങ്കിൽ ഓരോ ഓണക്കാലത്ത് ഇതുപോലെ ഓണക്കാലത്തെ ഓരോ ഓണത്തിനെയും പറ്റിയുള്ള ഒരു പ്രാധാന്യം. അത്തപ്പൂ ഇടുക എന്ന് പറയുന്നത് ഇന്ദ്രനും പൃഥ്വിയൊന്നും കൊച്ചിലെ കണ്ടിട്ടില്ല, അമ്മുമ്മ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ പ്രത്യേകമായിട്ടൊക്കെ ഒരു പുറത്തിയായപ്പോൾ പേരിനെങ്കിലും ഇച്ചിരി ഇതുപോലൊരു പൂക്കളമൊക്കെ ഇട്ട്. അപ്പോൾ ഈ ഓണം എന്താണെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ളൊരു താല്പര്യം, അതിന് വേണ്ടിയിട്ട് കാലത്തെ അടുക്കള കയറി പായസം ഉണ്ടാക്കി, തലേ ദിവസം അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ. ഇടയ്ക്ക് കുറച്ചു കാലം മദ്രാസിലായിരുന്നല്ലോ. അതെ. അപ്പോൾ നാട് വിട്ട് നിൽക്കുമ്പോൾ അവിടെയും ഇതേപോലെ തന്നെയാണ്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. കാരണം പിന്നെ അന്നൊക്കെ വെച്ചാൽ ഈ നാട് വിട്ട് നിൽക്കുമ്പോഴും ഓണം അടുപ്പിച്ച് അവിടെ, പക്ഷേ ഓണത്തിനന്ന് കുട്ടികളൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവധിയില്ല, ഓണത്തിന് അവിടെ ഒരു ദിവസമൊക്കെ ഉള്ളൂ അവധി. അപ്പോൾ അത് കാരണം നാട്ടിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓണം അവിടെ ആഘോഷിക്കുമായിരുന്നു. നിവൃത്തിയുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരും, ഒരു 2 ദിവസം അവധിയും കൂടെ ഒക്കെ ഒപ്പിച്ച് തിരുവോണത്തിന് എന്തെങ്കിലും വീട്ടിലോട്ടൊന്ന് വരും. പിന്നെ എടപ്പാൾ വഴി ഒന്ന് കറങ്ങിയങ്ങ് പോകും. കറക്റ്റ് തിരുവോണത്തിൻ്റെ ഒന്നും ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ആ ഓണാഘോഷങ്ങൾക്കിടയിൽ ഒന്ന് വന്നു പോകുമായിരുന്നു. എന്നാലും അമ്മ വീട്ടിൽ ഓണം ആഘോഷിക്കും. മിക്കവാറും അന്ന് അവിടെ ഈ കുടുംബം ഒന്നും കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് പിന്നെ ഓരോരോ ലോഡ്ജുകളിൽ താമസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ഇന്ന് സിനിമയിലെ അറിയപ്പെടുന്ന പലരും ഈ ഓണത്തിന് അച്ഛൻ ഊണ് കഴിക്കാൻ വിളിക്കും. അങ്ങനെ ചിലപ്പോൾ എല്ലാവരും കൂടെ വരും. അത് കഴിഞ്ഞ് തേണ്ട ഞങ്ങൾ ഈ ശ്രീല ചേച്ചി, പൊന്നം ചേച്ചിക്ക് ഈ പഴയകാലം പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ പറയാം, അതൊരു വളരെ സത്യമാണ്. കാരണം ആ ഒരു സ്നേഹവും അടുപ്പവും ബന്ധവും ഒന്നും ഇപ്പോഴും ഞങ്ങളൊക്കെ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ് പറഞ്ഞു തുടങ്ങുക. ശ്രീലതാന്റിയെ കുറിച്ച് അമ്മ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം അമ്മ പണ്ടത്തെ ഇതേപോലെ കളി തമാശകൾ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്, അതിനകത്ത് ശ്രീലതാന്റിക്ക് ഒരു മെയിൻ ക്യാരക്ടർ ഉണ്ടാവും. അപ്പം ഇതേപോലെ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഓണ സമയത്ത് നിങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ടോ? പണ്ടുകാല ചിത്രങ്ങൾ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് മണിസാറിന്റെ പടങ്ങൾ അവിടെ നടക്കുമ്പോൾ ഞങ്ങൾ ജയഭാരതി ഡാൻസ്, ചേച്ചി പാട്ട്, ഞാനും മണവാളൻ ജോസഫ് കൊട്ട്, അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ടായിരുന്നു. ശ്രീലാൻഡി ഒന്ന് പറയുമോ അന്നത്തെ പഴയ ഓർമ്മകളെ കുറിച്ചൊന്നും? അന്നത്തെ പഴയ ഓർമ്മകളെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും കഴിയുന്നത് വീട്ടിലെത്താൻ നോക്കുമായിരുന്നു. പക്ഷേ വീട്ടിലെത്താൻ പറ്റാറില്ല. പക്ഷേ എന്നാലും ഇവരുടെ പൊന്നമ്മ ചേച്ചി ഇങ്ങനെയുള്ള എല്ലാവരും നമ്മളെല്ലാം ഒരു അമ്മ പോലെ തന്നെയാണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടും നമ്മൾ സെറ്റിൽ എന്തെങ്കിലും പായസമൊക്കെ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അത് അന്നത്തെ ഒരു അത് പറയാൻ പറ്റില്ല, പറഞ്ഞ പോലെ. അറിയത്തില്ല, സേലത്ത് നമ്മളൊരു ഷൂട്ടിങ്ങിന് പോയപ്പോഴേ എനിക്കൊന്ന് ഏതോ ഒരു പടത്തിന് നസീർ സാറ് പിന്നെ ഭാരതിയൊക്കെ ഉണ്ട്. അന്ന് പിന്നെ എന്തായാലും എല്ലാവരും ഓരോ പലഹാരം ഉണ്ടായിക്കൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ അച്ചപ്പം കൊണ്ടുപോയി, ചേച്ചി ഏതാണ്ട് ഉണ്ണിയപ്പം പോകും. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൊണ്ടുവരും. ഒരു പിക്നിക്ക് പോകുന്ന പോലെയാണ് ഷൂട്ടിങ് പോകുന്നത്.
അതെ അല്ല ഇന്നത്തെ പോലെ മാറി മാറി ഇരുന്ന് ഭക്ഷണം കഴിക്കലല്ല എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം അവിടെ സ്ഥലത്ത് ഒന്നിച്ചത് കിടന്നുറങ്ങുക ചിലപ്പോ ഒരേ പാത്രത്തിൽ നിന്നൊക്കെ കഴിട്ട് വരെ തിന്നും. എനിക്കറിയാമല്ലോ നസീർ സാറിന്റെ വീട്ടിൽ നിന്ന് 6 മണിക്ക് ടിഫിൻ വരുമ്പോ ഞാൻ ഞാനതിപ്പോ ഈയിടെ ആരോടെ പറയുകയും ചെയ്തു. എല്ലാവർക്കും കൊണ്ടുവരും. ടിഫിൻ കാര്യങ്ങളാ വൈകുന്നേരം അതെ സ്ഥിരം കൊഴുക്കട്ടെ ഉണ്ടാവും. നസീർ സാർ ഒരെണ്ണം എങ്ങാനും എടുക്കും, 2 കടല എടുത്ത് ഇങ്ങനെ തിന്നും, അത് തന്നെ. പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾ കഴിട്ട് വരെ തിന്നുക. അപ്പൊ അങ്ങനെ ഒരു അത് ഞങ്ങൾ ചോദിക്കുകയൊന്നുമില്ല, ചോദിക്കേണ്ട കാര്യവുമില്ല. കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മകൾ ശ്രീലത എനിക്ക് പറയാനുണ്ടോ? കുട്ടിക്കാലത്ത് എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഈ ഓണത്തിന് നമുക്കൊരു ഓണക്കോടി കൊടുക്കുന്നത് അതൊരു വലിയ ഒരു ത്രില്ലാണ്. അത് തീർച്ചയായിട്ടും എടുത്തിരിക്കും. നമ്മൾ ആ ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്ത് എല്ലാവരെയൊക്കെ നിന്ന് കാണിച്ച് ഫ്ലാഷ് ആയിട്ട് നടക്കുക, പിന്നെ എല്ലാവരുമായിട്ടിരുന്ന് പോകണം, അതൊരു വലിയ ഉണ്ടാക്കി വെക്കുമല്ലോ ഒരാഴ്ചക്ക് മുമ്പേ നല്ല നല്ല ഒളിഞ്ഞിരിക്കാൻ ഇപ്പോഴും എന്നോട് തീറ്റയാണ് ഓണം എന്ന് പറഞ്ഞ മെയിൻ പരിപാടി അല്ലേ? പലഹാരങ്ങൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളും പറയാനുണ്ട്. ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇനിയിപ്പോ ഞാൻ നോക്കിക്കോളൂ, ഞാൻ പറയുന്നുള്ളതിൽ എനിക്ക് കാണാൻ ഇവിടുന്ന് ചെറിയൊരു ഇതില്. ഇല്ല മോളെ, എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുന്ന ഒരു 16 വയസ്സ് വരെയാണ് ഞാൻ കേരളത്തിലുള്ള ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള അവിടുന്ന് കല്യാണം കഴിഞ്ഞ് ബോംബെ പോയിട്ട് ഒരു 29 വർഷം അവിടെ ബോംബെ മലയാളീസിൻ്റെ കൂടെയായിരുന്നു. അതും ബാച്ചിലേഴ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ അമ്മയും ആരും ഇല്ലാണ്ടൊക്കെയുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ വീട്ടിലായിരിക്കും. പിന്നെ എൻ്റെ മക്കളും ഹസ്ബൻഡും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഓണം. പിന്നെ എല്ലാ ഓണത്തിൻ്റെയും ആ ഒരു 2 ദിവസം ബോംബെ കേരളീയ സമാജത്തിൻ്റെ വലിയ ഫേമസ് ആയിട്ടുള്ള ഓണാഘോഷ പരിപാടി ഉണ്ട്. അത് ഭയങ്കര ത്രില്ലായി. അതാ ഞാനിപ്പോ പറയാൻ വന്ന, എപ്പോഴും നമ്മൾ നാട്ടിൽ ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മറുനാടൻ മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. തീർച്ചയായിട്ടും